സജന ആൻഡ് ഫിറോസ്. ഞാൻ ഇന്ന് കുറേയധികം പേരുടെ വീഡിയോസ് കാണാനിടയായി. ഒത്തിരി പേരൊക്കെ സജനയും ഫിറോസും തമ്മിലുണ്ടായ അലസണ്ടകളെ പറ്റി പറയുമ്പോൾ ഒരു വീരൻ ഇരുന്നു കൊണ്ട് സജനയെ കുറ്റപ്പെടുത്തി ഫിറോസിനെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് കണ്ടു. സൂപ്പർ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. എൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടൊരു വർത്തമാനം പറയണമെന്നുള്ളത്. ആക്ച്വലി ഓരോ പെൺകുട്ടിയും വിചാരിക്കുന്നത് എന്താണെന്നറിയാം, നമ്മളെ ഇത്ര പേര് സപ്പോർട്ട് ചെയ്യും, നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യും, ഇവർ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിൽ നിൽക്കുന്നവരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി സപ്പോർട്ടിന്. ലോകത്താരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട. സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം കാണാൻ ചന്തമുള്ള ടാലൻ്റായ ഒരു കുട്ടിയാണ് സജന. സജനയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ നേരിടേണ്ടി വന്നത്, അത് തുറന്നു പറയാൻ കാണിച്ച ആർജവം, ധൈര്യം, അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ, സജന ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഡിവോഴ്സായ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഈ ഡിവോഴ്സായ സമയത്ത് ഇവർ പരസ്പരം ഒന്നും ചെളിവാരിയൊന്നും അറിയാതിരുന്നപ്പോൾ ഞാൻ മെയിൻലി പറയുന്ന ഒരു കാര്യമാണ്, രണ്ടുപേർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പരസ്പരം ചെളിവാരി അറിയാതിരിക്കുക എന്നുള്ളത്. അത് കുട്ടികൾക്ക് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അമ്മയും അച്ഛനാണ്, അവർക്ക് പിരിഞ്ഞു പോയാലും അമ്മയും അമ്മ തന്നെ, അച്ഛനും അച്ഛൻ തന്നെയാണ്. അപ്പോൾ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ പബ്ലിക് കൂടെ പരസ്പരം ചെയ്യുമ്പോൾ അതിൽ കൂടെ ബാധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് അവനവൻ്റെ സെൽഫ് ഡിഫെൻസ് എന്ന് പറയും, നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് സജന കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരും അവരവരിട്ട വീഡിയോസൊക്കെ മുക്കിയിട്ടുണ്ട്. അല്ലാത്ത കുറേ പേര് സജനയുടെ വീഡിയോസ് എടുത്ത് ഇട്ടതൊക്കെ അവിടെ കിടപ്പുണ്ട്. എല്ലാവർക്കും ഇതെന്താ കൺഫ്യൂഷൻ എന്നുള്ളതാണ്. ഞാൻ മുഴുക്കെ ഇരുന്ന് കണ്ടു. സജന പറയുന്നത് സോ റിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവൾ പറയുന്ന ഒരു പോയിന്റ് അത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ എടുത്തു വെച്ച് കേട്ടാൽ മനസ്സിലാവും. സ്ത്രീകൾക്ക് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് മാരേജ് ഫ്ലോപ്പ് ആയിപ്പോയി. ഈ ഫസ്റ്റ് മാരേജ് ഫ്ലോപ്പ് ആവുന്ന എപ്പോഴെന്നറിയാം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളെ അത് ടോളറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, കളയും. എന്നാൽ സെക്കൻഡ് മാരേജിൽ അതിനേക്കാൾ വൾഗാരിറ്റി വന്നാൽ നമ്മൾ ടോളറേറ്റ് ചെയ്യും. കാരണം അത് സെക്കൻഡ് മാരേജ് ആയതുകൊണ്ടാണ്. സമൂഹം പറയും ഓ അവൾ ആരോടെയും ചേരത്തില്ല, ഈ ഒരു ടോണുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. ഒരു സ്ത്രീ അനുഭവിച്ചത് സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നാർസിസം എന്ന് പറയുന്ന ഒരു വൾഗർ സ്വഭാവമാണ്. പൊതുവിൽ മിക്ക ആണുങ്ങൾക്കും അതുണ്ട്. താൻ എന്തോ സംഭവം, താൻ എന്തോ ഭയങ്കര മറ്റത് എന്നുള്ള രീതിയിൽ ഒരു നിലപാട് ആൺകുട്ടികൾക്കുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നറിയുമ്പോൾ വീട്ടിലെ വളർപ്പ് അതാണ്. അപ്പം അമ്മ പെണ്ണിന് കൊടുക്കുന്ന കൺസിഡറേഷനിലാണ് ആണിന് കൊടുക്കുന്നത്. അവൻ പറയട്ടെ, അവൻ പറഞ്ഞാൽ എന്താ, അവൻ ചാടിയാൽ എന്താ. ഇപ്പോൾ ഒരു മതിൽ കയറി നിന്ന് താഴോട്ട് ചാടുകയോ മരത്തിന് മേളിൽ കയറുകയോ പെൺകുട്ടി ചെയ്ത് അവൻ ചാടാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്താ കുഴപ്പം, ചെയ്യാൻ പാടില്ല. ആൺകുട്ടി ചെയ്താലോ സൂപ്പർ മോനെ സൂപ്പർ എന്ന് പറയും. ഈ ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഈ രീതിയിൽ മൈൻഡ് സെറ്റുള്ള അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഈ രീതിയിൽ NPDയുടെ അടിമയാകും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മുടുക്കൻ എന്തോ പറയുന്നുണ്ട്, മുടുക്കൻ പറയുന്നത് കേട്ടാലോ. എന്നൊന്നും എനിക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കൂടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് ഞാൻ ആവശ്യത്തിൽ അധികമായിട്ട് ഞാൻ ഉപദേശങ്ങൾ കൊടുക്കാനേ എനിക്ക് പറ്റൂ. എനിക്ക് പിടിച്ച് കെട്ടി ചങ്ങലയ്ക്ക് ഇവിടെ പിടിച്ചിടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. എന്തോ കൺസെഷൻ കൊടുക്കുക. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കരമായി ഉപദേശിക്കുമായിരുന്നു. നീ ആരാടാ, ഉപദേശിയാണോ? അപ്പോൾ സജന അനുഭവിച്ചതിൻ്റെ വ്യക്തമായ നേർ സാക്ഷ്യമാണ് ഇവൻ്റെ വാക്കുകളിൽ കൂടെ വരുന്നത്. അവളെ ഉപദേശിക്കണം. നീ ആരാണ് ഉപദേശിയാകുന്ന? സെൽഫ് ബോധമില്ലേ? അത്ര പൊട്ടത്തിയാണോ? ഇതാണ് പ്രശ്നം. നമ്മൾ ഈ NPD ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്യുമ്പം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ സംഭവമാണ്, ബാക്കി എല്ലാവരും ഞാൻ ഉപദേശിക്കും, ഞാൻ സെറ്റാക്കും. ഈ ഒരു കാര്യം ഇതാണ് അതിൻ്റെ മെയിൻ സാധനം. ഫസ്റ്റ് തിങ് അതാണ്. ഞാനാണ് അധികാരി, ബാക്കിയുള്ളവരെല്ലാം എന്നെ അങ്ങോട്ട് ഗുലാമി കരുക. ഇതാണ് ആ ഒരു മെൻറ്റാലിറ്റി ഇയാൾക്കുണ്ടെന്ന്. ഇയാളുടെ ഈ ഒരൊറ്റ ഇത് നോക്കുന്നത്, യു സ്വീറ്റ് ഹസ്ബൻഡ്, എന്താ സ്നേഹം, എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവൾക്ക് എന്താണ്, അവൻ്റെ കൂടെ നിന്നാ പോരെ, ഇതൊക്കെയാണ് ചിന്ത. പക്ഷേ ഇവന്റെ നാർസിസത്തിന്റെ ലെവലാണ് ഇതിനകത്തൂടെ വെളിയാകുന്നത്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കാരണം വേറെ ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതൊന്നും എന്റെ അത്രയും സ്നേഹിച്ച ഒരു വ്യക്തികളും അല്ല. അതെനിക്ക് അടിവരയിട്ട് പറയാം. ഞാൻ സ്നേഹിച്ച അത്രയും ലോകത്താർക്കും അദ്ദേഹത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കുറവുകളും എല്ലാം ഞാൻ അറിയുന്നത് പോലെ വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല. അതായത് പുള്ളിക്കാരത്തിൽ കുറവുകളുണ്ട്, അദ്ദേഹത്തിന് ഞാൻ സ്നേഹിക്കുന്നത് പോലെ വേറെ അനുസരണം. എടാ അവളെ പെറ്റുമ്മ അവളെ സ്നേഹിക്കുന്ന കണക്ക് നീ എന്നല്ല, ഇനി കെടുകെട്ടിയ ആള് വന്നാലും വേറൊരാൾക്ക് അവിടെ ചെയ്യാനൊക്കത്തില്ല. അത്രയ്ക്ക് അവളെ ഉമ്മാക്ക് സ്നേഹിക്കാൻ പറ്റും. അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റവും ആദ്യം സ്നേഹിക്കുന്ന അവരുടെ അമ്മയാണ്. നീ എന്തുവാടാ ഈ പറഞ്ഞുണ്ടാക്കുന്നേ? അപ്പോട്ടെ, അവനല്ലേ പറയട്ടെ.
ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇറങ്ങിയാണ് ഞാൻ ശ്രമിച്ചത്. ശരീരത്തിന് മാത്രമല്ല മനസ്സിലേക്ക് ഇറങ്ങിയാണ് ചേച്ചി. ഇപ്പം കൂടെ നിൽക്കുന്നവന്മാരൊക്കെ മനസ്സല്ല ശരീരമാണ് നോക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇവൻ ആരോ എന്തോ സംഭവമാണെന്ന് സ്വയം അങ്ങ് വരുത്തി തീർക്കണം. ഇതിൻ്റെ ഫുൾ വേർഷൻ ഒന്നും ഞാൻ കിട്ടില്ല, എനിക്ക് ഈ ഒരു ക്ലിപ്പിങ്ങും കിട്ടിയുള്ളൂ. ഇതിലൊറ്റ കാര്യത്തിൽ മാത്രം ഈ ഫിറോസ് എന്ന വ്യക്തി എത്രത്തോളം ആ പെൺകുട്ടിയെ ദ്രോഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നിങ്ങൾ കാണുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഇതല്ലേ കുഴപ്പം എന്താണെന്ന് ചോദിക്കും. ഒന്നുമല്ല, അവളെ അങ്ങനെ ഒരു കൂടിനകത്ത് അവൻ കൊണ്ടുവന്ന് ഇരുത്തി. ഞാനാണ് നിന്നെ സ്നേഹിക്കുന്നത്, ഞാനേ നിന്നെ സംരക്ഷിക്കാൻ പറ്റൂ, ഞാൻ നിന്നെ കെയർ ചെയ്യുന്ന കണക്ക് വേറെ ആർക്കൊണ്ട് കെയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ പെൺകുട്ടിയുടെ ഏജ്, അവളുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവളും അതങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ ആ വിശദീകരണത്തിൽ അവൾ ആദ്യം പറയണത് ഞാനതങ്ങ് മറന്നു, ആ തേർഡ് പേഴ്സൺ ആണ് കുഴപ്പം, അതായത് ഇവർക്കിടയിൽ വന്ന ആ പെണ്ണാണ് കുഴപ്പമെന്ന്. ഇവളെ ഇത്രത്തോളം സ്നേഹമായിരുന്നു, ഇവൾ ഇത്രത്തോളം ഇവനെ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഇവൻ അവളെ ആഗ്രഹിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, കരുതിയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു തേർഡ് പാർട്ടി അവിടെ വരുമോ? പോട്ടെ, ഇവൻ്റെ ആദ്യത്തെ പ്രണയമാണോ ഇത്? അല്ല, ഇവന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് പ്രണയമൊന്നുമില്ല, ചുമ്മാ ഇരുട്ടത്ത് കയറി എന്തോ ചെയ്യുന്നുണ്ടായതായിരിക്കും. അല്ലയോ? നോണ പറയുന്നതിനൊരു കണക്കും കയ്യും വേണ്ടായോ? സജിന പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സജിനയും ഇവരും അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇനി ലവ് മാരേജ് ആണെന്ന് തന്നെ വെക്കുക. പിന്നീട് ഒരാളോട് അവർക്ക് ലവ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യണതാണ് ബെസ്റ്റ് തിങ്. അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു വ്യക്തിക്ക് രണ്ടുപേരോട് പ്രണയം തോന്നുന്നു, സ്വാഭാവികം ഉണ്ടാവും. ഇൻഫാക്ച്വേഷനോ പ്രണയമോ എന്ത് വാഴയോ ഉണ്ടാവുകയാണെങ്കിൽ ദ ലാസ്റ്റ് ലവ് ഉണ്ടല്ലോ, അയാളോട് അവരെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുക. കാരണം ആദ്യം ഉണ്ടായിരുന്ന ലവിനോട് അവർക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവർക്ക് പിന്നെ ഒരു ലവ് അഫെയർ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മളെ വേണ്ട എന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് അവർക്ക് വേണ്ടിയിട്ടില്ല, നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകും. സോ ബെസ്റ്റ് തിങ് എന്താണെന്ന് അറിയാം, ചത്തുപോയി എന്ന് അങ്ങോട്ട് വിചാരിക്കുക, അതാണ് നല്ലത്. പിന്നെ ഇതേപോലെ കൗണ്ടർ അടിക്കാനും ഇതേപോലെ കുറേ കാര്യങ്ങൾ പറയാനും കുറേ സൗഹൃദങ്ങളെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാനും ഒക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അതിന് നെറ്റിയടി കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് തിങ് എന്താണെന്നറിയാമോ? ഒരു പെണ്ണിനെ ചീത്തയാക്കാൻ അവൾക്ക് ഒത്തിരി അഫയേഴ്സ് ഉണ്ട്, അവൾ ഒത്തിരി കുഴപ്പക്കാരിയാണ്, അവൾക്ക് ഇതൊന്നും അടക്കമില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പെണ്ണ് അതിനകത്ത് പെട്ട് പോയി വീഴും. രണ്ടാമത് കുട്ടികളെ വെച്ച് പറയും, നിന്റെ കുഞ്ഞിൻ്റെ ഭാവി, നിന്റെ കുഞ്ഞിൻ്റെ ശുന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. അതിനും നിങ്ങൾ മറുപടി കൊടുക്കാൻ വില്ലിങ് ആവുക. അതായത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങളെ ആദ്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ നാട്ടുകാരെ വിടൂ, സ്വയം ബോധ്യം വേണം. കണ്ണാടിയുടെ മുമ്പ് ഇന്ന് നിങ്ങൾ പറയുക, നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണ്, നിങ്ങളുടെ ശരികൾ എന്താണ്. നിങ്ങളുടെ ശരികൾ കൂടുതലായി നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ മിസ്റ്റേക്കുകളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ശരികൾ കണ്ടെത്തിയിട്ട് ആ ശരികളിൽ ഉറച്ചു നിൽക്കുക. തെറ്റുപറ്റാത്ത ഒരു മനുഷ്യരൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങളിൽ ശരികളാണെങ്കിൽ ആ ശരികളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങൾ, അമ്മയെ മനസ്സിലാക്കാത്ത മക്കളല്ലടേ. മക്കൾക്ക് ഏറ്റവും ആദ്യം മനസ്സിലാവുക അമ്മയാണ്. അമ്മയുടെ അവസ്ഥ എന്താണെന്ന് കുഞ്ഞുങ്ങളെ പതിയെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലിട്ട് അലക്കും, സോഷ്യൽ മീഡിയയിട്ട് വലിച്ചു കീറുമെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ അട്രോസിറ്റി ഇതുവരെ സഹിച്ച സജീന ഇപ്പോൾ ചെയ്തതൊരു സൂപ്പർ സംഗതിയാണ്. കേസ് കൊടുത്തിട്ടുണ്ട്, മുൻപോട്ട് പോകുന്നുണ്ട്. പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ വന്നിരുന്ന് പബ്ലിക്ക് പറയും എന്നുള്ള ആ ഒരു തുനിച്ചലുണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സജീന ചെയ്തത് പെർഫെക്റ്റ് ആണ്. ഓരോ പെൺകുട്ടികളും അത് തന്നെ ചെയ്യണം. ഞാൻ മുമ്പ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയരുത് എന്ന് തന്നെയാണ്. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇങ്ങനൊരു NPD ക്യാരക്ടറാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ നിങ്ങളത് പബ്ലിക്ക് പറയണം. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ രക്ഷപ്പെട്ടു, പക്ഷെ ഇനി ഒരെണ്ണം വന്നാൽ കെണിയിൽ വീഴരുത്. അതിന് നിങ്ങളത് പറഞ്ഞു വെച്ചിട്ട് തന്നെ പോവുക. തുടർന്ന് ആക്രമിക്കരുത്, പിറകെ പോകരുത്, ഒന്നുമല്ല. പറയാനുള്ളത് പറഞ്ഞു വെക്കുക, സ്റ്റെപ്പ് ബാക്ക്. അവർ ചെയ്തത് കറക്റ്റാണ്, അവരതങ്ങോട്ട് ഇട്ടു, അവരതങ്ങ് ഡിലീറ്റ് ചെയ്തു, സംഭവം കഴിഞ്ഞു. പക്ഷേ ഇവൻ എന്തായിരുന്നു ചെയ്തത്? ഇപ്പൊ റസൂൽ പൂക്കുട്ടിയുടെ ഒരു വിഷയം വന്ന ഉടനെ അതും എടുത്തു വെച്ചിട്ട് ഇവളെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അധിക്ഷേപിച്ചു കൊണ്ടുവന്ന് ഇറങ്ങി. ഇവന്റെ പാസ്റ്റ് എന്താണെന്ന് ഇവൻ മറന്നുപോയോ? ഇവന് ഓൾറെഡി ഒരു ബന്ധമുണ്ട്. അപ്പൊ ആ പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കിയാൽ ഇവളോട് ഇതാണെങ്കിൽ അവളോട് എന്തായിരിക്കും? ഓൾറെഡി 2 പെണ്ണുങ്ങളുടെ ലൈഫ് വെച്ച് കളിച്ച ഒരുത്തനിക്ക് പിന്നെ എന്ത് അധികാരമാണുള്ളത്? ഇനി സജിന മറ്റൊരു വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒന്നും അവന്റെ വിഷയമല്ല. കാരണം അവർ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞു. പിന്നെന്തടിസ്ഥാനം? ഇതേപോലെ ബിഗ് ബോസിൽ വെച്ചിട്ട് ഇവളെ ഓങ്ങി ഒരു അറ കൊടുക്കുന്നുണ്ടവൻ. അത് റിയലായിരുന്നു. സത്യത്തിൽ ആ പെൺകുട്ടി അത് പബ്ലിക്കിലായാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മാനഹാനി ഓർത്ത് അത് ഇതാക്കി ഫേക്കാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വെച്ച് ടാലി ചെയ്യുമ്പം ഇവൻ്റെ ഉള്ളിലുള്ള ആ ക്രൂവൽറ്റി അത് കൃത്യമായി വെളിപ്പെടുന്നുണ്ട്. വളരെ മധുരതരമായ സംഭാഷണം വളരെ ഇതായിട്ട് ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇതൊക്കെ പറഞ്ഞ് എല്ലാത്തിലും ഇവളെ ട്രാപ്പാക്കി കുരുക്കാക്കി ഇവൻ കൂടെ വെച്ചു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ സജീന എന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ സ്ട്രോങ്.
വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ എവിടെയും മടിയില്ലാതെ ധൈര്യമായിട്ട് പറയുക എന്നുള്ളതാണ്. ഒരുത്തരെ നീ പേടിക്കേണ്ട കാര്യമില്ല. സെൽഫ് ലവ് ആണ് ആദ്യം വേണ്ടത്. മറ്റുള്ളവരെന്തു പറയും, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ സന്തോഷങ്ങളെ, നമ്മളുടെ സുരക്ഷിതത്വത്തിന് ഹാനികരമാകുന്ന എന്ത് സാധനം വന്നാൽ അത് ഏത് വാഴ പറഞ്ഞാലും ആ വാഴയ്ക്കെതിരെയും കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കുക. സൗഹൃദം അവിടെ കീപ്പ് ചെയ്യാതിരിക്കുക. ഒരു രീതിയിലുള്ള ഒരു വാഴയ്ക്കും നമ്മളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കരുത്. വാഴ നമ്മളെ കൂടെ സംസാരിക്കുന്നു, വാഴ നമ്മളോട് കൂടെ സൗഹൃദം വയ്ക്കുന്നു എന്നൊക്കെ കരുതി വാഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് കൊടുക്കരുത്. നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വെച്ച് സെൻറ്റിമെൻ്റലായി അപ്രോച്ച് ചെയ്ത് നിങ്ങളെ ത്രെട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായി അവർക്ക് നാളെ അഭിമാനത്തോടു കൂടി തല ഉയർത്തി ജീവിക്കാനുള്ള ഒരു വഴി നിങ്ങൾ തുറന്നിട്ട് കൊടുക്കണം. എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, അവൾ സ്ട്രോങ് ആയി ഒരു തീരുമാനമെടുത്തു. നിങ്ങൾ ഈ തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ പെൺകുട്ടികൾക്ക്, അതാണ് ഗ്രേറ്റ്. ഇപ്പോൾ നാർസിസമുള്ള കുറേ ആൾക്കാരുടെ കൂടെ കുടുംബക്കാർക്ക് വേണ്ടി, കൂട്ടുകുടുംബത്തിന് വേണ്ടി സഹിച്ച് കിടക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. 500 പവനാ കൊടുത്തേ. അച്ഛനും അമ്മയും 500 പവൻ, ഒരേ ഒരു മകൾ, സർവ്വ സ്വത്തും ആ കുട്ടിക്കാണ്. കോമൺ സെൻസ് ഉള്ളൊരു ഒറ്റ മകളെ കല്യാണം കഴിച്ചാൽ പിന്നെ ഒന്നും ചോദിക്കാൻ പോരും, കാരണം എല്ലാം ഇങ്ങ് പോരും എന്നുള്ളത് കോമൺ സെൻസാണ്. പക്ഷേ 500 പവൻ കൊടുത്തതിൽ എന്തോ ഒന്ന് കുറഞ്ഞു, എന്തോ ഒന്ന് വശപ്പിശക് കുറഞ്ഞു. ഇതിൻ്റെ പേരിൽ ആ പെൺകുട്ടി അനുഭവിച്ച ദുരിതം താങ്ങാൻ വയ്യത് അത് കയറി സൂയിസൈഡ് ചെയ്തത്. ഞാൻ പൊട്ടത്തിന്നല്ല വേറെന്താ പറയുക അതിനെ. കുടുംബത്തിലെ ആകെ ഒരേ തരികയാണ്. തിരിച്ചു വന്നാൽ എന്താ, അച്ഛൻ്റെ മാനം സംരക്ഷിക്കാൻ എന്ന്. എന്നിട്ട് ഈ കരഞ്ഞുകൊണ്ട് അച്ഛൻ പറയണത് എന്താ പറയുക, എൻ്റെ മാനം സംരക്ഷിക്കാൻ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തെന്ന്. അയ്യോടാ, സത്യം അയാളാണ് മൂട് കുത്തി ഒരു ഇടി ഇടിക്കേണ്ടത്. എന്താണെങ്കിലും ഞാൻ ഫേസ് ചെയ്യുമ്പോൾ നീ എൻ്റെ ഒപ്പം പോന്നേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ ഒരു വൃത്തികേട് ചെയ്യത്തില്ലായിരുന്നു. ആണും പെണ്ണുമാണ് വിവാഹം കഴിക്കുന്നത്. പണക്കാരനും പണക്കാരിയല്ല, ആണും പെണ്ണുമായിരിക്കണം. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കരുതുന്ന ഒരാൾക്കൊപ്പം ജീവിക്കുക എന്നുള്ളത് ആത്മാഭിമാന ബോധമുള്ള ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. രാധികയെ കണ്ടിട്ടില്ലേ, തമിഴ്നാടി, എല്ലാവരും കളിയാക്കി. ഫസ്റ്റ് ചാൻസ് പ്രതാപോത്തൻ ഇപ്പോഴും അവിടെ എവിടെയും തയ്യാറാ നടക്കുന്നുണ്ട്. പക്ഷെ രാധിക എവിടെ നിൽക്കുന്നു? താൻ എന്താണെന്ന് ഉറപ്പുള്ള, താൻ എന്താണെന്ന് തനിക്ക് സ്വയം മനസ്സിലാക്കിയ ഒരു പെണ്ണും എവിടെയും തോറ്റുപോകില്ല. നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്താണെന്ന്, നമ്മളുടെ പവർ എന്താണെന്ന് ആദ്യം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണം. കണ്ണാടിയിൽ നിൽക്കുക, കൃത്യമായി നമ്മളോട് നമ്മൾ സംസാരിക്കണം. നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ ശരികൾ നിങ്ങൾക്ക് ആദ്യം ബോധ്യപ്പെടണം. നിങ്ങളുടെ ശരികളായിരിക്കണം തെറ്റുകളെക്കാൾ കൂടുതൽ ഉണ്ടാവുക. തെറ്റുണ്ടാവും, അതവിടെ എക്സ്ക്യൂസ് വയ്ക്കുക. ശരികളിൽ ഉറച്ചു നിൽക്കുക, മക്കൾക്ക് വേണ്ടി ജീവിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ആംബിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു താല്പര്യമുണ്ട് എങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇത് തന്നെയാണ് ആഗ്രഹങ്ങൾ. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ബട്ട് ഇനി എടുക്കുമ്പോൾ നല്ല പോലെ തീരുമാനിച്ച് പറഞ്ഞ് പരസ്പരം ഇരുന്ന് സംസാരിച്ചെടുക്കുക. പണ്ടത്തെ കാലമല്ല, പെൺകുട്ടികളൊന്നും പോയിട്ട് അയ്യോ കുമ്പോന്ന് കുമ്പിട്ട് നിൽക്കുന്ന കഥകളും കാര്യങ്ങളും കാലങ്ങളും കഴിഞ്ഞു. ഇതിനൊക്കെ ഒത്തിരി പേരുടെ കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കുക. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു സമയത്ത് ഡിവോഴ്സ് ചെയ്തോളാണ് ഞാൻ. അപ്പോഴൊക്കെ ഞാൻ അനുഭവിച്ച ആക്രമണങ്ങൾ നിസ്സാരമല്ലായിരുന്നു. പക്ഷേ അത് ധൈര്യപൂർവ്വം തല ഉയർത്തി പിടിച്ച് പറയാൻ എനിക്കുണ്ടായ ആർജവത്തിൽ എൻ്റെ കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും 25 വയസ്സ് വരെ വിവാഹ സമയം നീട്ടിക്കിട്ടി എന്നുള്ളതാണ്. ബലി കൊടുക്കപ്പെട്ടത് എൻ്റെ ജീവിതമാണെങ്കിലും അതിൽ കൂടെ അത്രയും പേർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചെങ്കിലേ അത് നിസ്സാരമാണോ? ആ ധൈര്യം നമ്മൾ കാണിക്കണം. ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകൂ എന്നുള്ളതൊരു വലിയ സത്യമാണ്, ലോക സത്യമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി പേരുടെ കഷ്ടപ്പാടിൽ കൂടിയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. സമത്വമുണ്ട്, എല്ലാ വാഴയുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അത് നമുക്ക് പ്രാക്ടിക്കലാക്കി എടുക്കാൻ നമ്മളിലുള്ളവർ തന്നെ ഇറങ്ങി നിന്നാലേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. സജിന പൂർണ്ണമായും ഈ ഒരു വിഷയത്തിൽ സ്ട്രോങ് ആയി നിൽക്കുക. ആരെന്ത് പറഞ്ഞാലും നിനക്കറിയാലോ സത്യം എന്താണെന്ന്, അത് നീ പബ്ലിക്കിൽ പറയുക. കാരണം പബ്ലിക്കിലാണ് നിന്നെ അലക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ ആ വിഴുപ്പലക്കൽ നീ പബ്ലിക്കിൽ തന്നെ ചെയ്യുക. അതുകൊണ്ട് ആർക്കെങ്കിലും കോട്ടമുണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് വെറുതെ ഇമോഷണലി നിന്നെ ഡാമേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. അമ്മ മോശക്കാരിയാണെന്ന് ഒരുത്തനിരുന്ന് നിരന്തരം പറയുകയും അവൻ്റെ കൂട്ടുകാരനായ വാഴ അതെടുത്ത് വെച്ച് പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നല്ലത് വരുമോ? ഒരിക്കലുമില്ല. അപ്പം നിന്നെ സൈലൻ്റ് ആക്കിയിട്ട് അറ്റാക്ക് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുമ്പോൾ തിരിച്ച് അതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കുക. ഇവിടെ ആക്രോശം നടത്തുകയും നല്ല കൂടി കൈ ചുരുട്ടി ആത്മാഭിമാന ബോധത്തോടു കൂടി സിന്ദാബാദ് വിളിച്ചവർക്കൊക്കെ നീതി കിട്ടിയിട്ടുള്ളൂ. പൂച്ചയെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം. സീതയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഭൂമി വളർന്ന് താഴോട്ട് പോവേണ്ടി വന്നു. ഇന്നും സീതയ്ക്ക് വേണ്ടി നമ്മളൊക്കെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. സംസാരിക്കാൻ അറിയണം, പ്രവർത്തിക്കാൻ അറിയണം, അതുപോലെ തന്നെ പെരുമാറാനും അറിയണം. പേടിക്കാതെ, കരയാതെ, സങ്കടപ്പെടാതെ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ആ ഒരു വിഷയം കഴിഞ്ഞു, നീ അനുഭവിച്ച ദുരിതം കഴിഞ്ഞു, അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ആയി.
ഇനി നീ ഫേസ് ചെയ്യുന്നത് അതിനെ തുടർന്നുണ്ടാകുന്ന അസൂയയും നിനക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിലുള്ള അങ്ങേയറ്റ തീവ്രമായ അവൻ്റെ ഈഗോയും നിന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അവൻ ശ്രമിക്കുന്ന ശ്രമവുമാണ്. അതിനെതിരെ ശക്തിയോടെ പൊരുതുക, ധൈര്യസമേതം മുന്നോട്ട് പോവുക. മക്കൾക്ക് റോൾ മോഡലായിരിക്കണം. അത് അയാളുടെ കുട്ടിയായിരുന്നാലും നിന്റെ കുട്ടിയായിരുന്നാലും നീ വളർത്തുന്ന മക്കൾക്ക് നീ റോൾ മോഡലായിരിക്കണം. ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള കോംപ്രമൈസിനും പോയി നിന്നു കൊടുക്കരുത്. ഇത്തിരി വൈകിട്ടാണെങ്കിലും ഈ കാര്യം പബ്ലിഷ് ചെയ്തതുകൊണ്ട് ലാഭം എന്താണെന്നറിയാം, ഇനിയൊരു പെണ്ണ് ആ ട്രാപ്പിൽ പോയി പെടത്തില്ല. നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട് ഇത്തരത്തിൽ മോശം കാണിക്കുന്ന ആണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ അലവലാതി പെണ്ണുങ്ങൾ. അവരാണ് സത്യത്തിൽ സ്ത്രീ സമൂഹത്തിന് ആപത്ത്. ഇങ്ങനെ അടിമത്തം അനുഭവിക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഉപരി അത്രത്തോളം സപ്പോർട്ട് പെൺകുട്ടികൾക്ക് കിട്ടിയിട്ട് പോലും ഇവളുമാർക്ക് അതൊന്നും അനുഭവിക്കാനോ അത് ഉപയോഗിക്കാനോ അറിയില്ല എന്നുള്ളതൊരു കഷ്ടപ്പെട്ട കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ സജനയ്ക്കൊപ്പം 100%. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.